അപ്പനും അമ്മയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പോയി ചോദിച്ചു, അപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എടാ എല്ല് പൊടിയാക്കി തന്നിട്ടാണ് നിനക്ക് സ്നേഹിക്കുന്നത്, അല്ലേ? ചോര നീരാക്കിയിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത്. ശരിക്കും ഒരു ചോര നീരാക്കിയോ? ബട്ട് ലിറ്ററലി ആ ചോര നീരാക്കി നിങ്ങളെ സ്നേഹിച്ച ഒരാളെ ഉള്ളൂ. യോഹന്നാൻ 19, 32, 34 വാക്യങ്ങളൊക്കെ വായിക്കും, കുത്തി നോക്കി. ഇനി ഈ ജീവൻ ഒന്നും പുറത്തോട്ട് വരാനില്ല, ചോരയും നീരും പുറത്തോട്ടും. ലിറ്ററലി ചോരയും നീരും പുറത്തോട്ട് വന്ന് സ്നേഹിച്ച് കൈ വിരിച്ചു പിടിച്ച് ഇത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അപ്പനല്ല, അമ്മയല്ല, ജീവിത പങ്കാളിയല്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഈശോ 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 മാത്രം. നമുക്ക് എങ്ങോട്ടും ഇട്ടേച്ച് പോകാൻ പറ്റില്ല. നമുക്ക് ഇനി സങ്കടപ്പെട്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇനി കരഞ്ഞ് നിലവിളിച്ച് ജീവിതം പോയി എന്ന് പറഞ്ഞോണ്ടിരിക്കില്ല. ഇനി ജീവിച്ചേ മതിയാവും. വൈ? നിന്നെ സ്നേഹിക്കുകയും നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ഈശോയിൽ വിശ്വസിച്ച് അവൻ ഇവിടെ ഉണ്ടെന്നും അവൻ നിന്നെ നയിച്ചോളുന്നും ജന്മം തന്നെങ്കിൽ മുന്നോട്ട് നയിക്കാൻ അറിയാവുന്നും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റുമെന്നും നിനക്ക് ബോധം തന്നുകൊണ്ടിരിക്കുന്ന ഈശോ നിന്റെ കൂടെ തന്നെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ ഈശോ ജീവിക്കുന്നുണ്ടെന്നും കൂടെ ഉണ്ടെന്നും ഒക്കെയുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, അങ്ങനെ ഒരു ഇരുട്ട് വന്ന് നിങ്ങളെ മൂടാൻ ശ്രമിക്കുന്ന സമയത്ത് ഓടിക്കണം, പള്ളിയിലോട്ട് പോയി കൂദാശ സ്വീകരിക്കണം, വിശുദ്ധ കുർബാന അർപ്പിച്ച് നടത്തണം, കുമ്പസാരിക്കണം, കണ്ണ് തെളിഞ്ഞു കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ.